ഇന്ത്യയും റഷ്യയും ചൈനയുമായിട്ട് പ്രോക്സിമിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് അമേരിക്കൻസ് അല്ലേ? ജിസേ ഇവർക്ക് ബറി ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു എന്നുള്ള ചിന്താഗതി മോഡിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം ഈ ആൻറ്റി ചൈന റെറ്റോറിക്കിൽ ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല. ഷോൻലായ്ക്ക് ശേഷം ഷീഷ് ജിൻപിങ് വന്നപ്പോൾ ഇത്ര പബ്ലിക് റിസപ്ഷനൊക്കെ നരേന്ദ്രമോദി കൊടുത്തു. പക്ഷേ എപ്പോഴും ഇത് നടക്കുമ്പോൾ സാർ ഒരു ബോർഡർ ഇൻകർഷൻ്റെ വാർത്ത വരും. ഗാൽവാൻ ഉണ്ടായി, അതിന് മുമ്പും ചൈനീസ് വിസിറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ബോർഡർ ഇൻകർഷൻ, ഹൂജിൻതാവ് വന്നപ്പോഴായിട്ടും ആര് വന്നാലും. അന്നേരം പ്രത്യേകിച്ചും 2014 ശേഷം ഇന്ത്യയുടെ വിദേശ നയവും ഇന്ത്യയുടെ രാഷ്ട്രീയം കൂടുതലായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പബ്ലിക് ഡിസ്കോഴ്സിൽ ഫോറിൻ പോളിസി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് നേതാക്കൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും? ഇവർക്ക് ബറി ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു എന്നുള്ള ചിന്താഗതി മോഡിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം ഈ ആൻറ്റി ചൈന റെറ്റോറിക്കിൽ ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല. വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഗർവാനിലെ ക്ലാഷും എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച്. അദ്ദേഹത്തിനറിയാമേ ഈ അതിർത്തി എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ലയെന്ന്. അപ്പോൾ ഈ അതിർത്തി കഴിഞ്ഞ് വന്നിട്ട് ഇന്ത്യൻ പ്രദേശം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പറയുമോ? അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നറേറ്റീവിനെ കുറിച്ച് അതിൻ്റെ സത്യത്തിൽ ഉള്ള അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ആ ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അവരുമായിട്ട് ഇടപെടുമായിരുന്നോ? ചൈനക്കാരുമായിട്ട് അവരുടെ കമ്പനികൾക്ക് വളരെ ടോട്ടലായിട്ടുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചിന്താഗതി എങ്ങനെ എവിടെ പോയി പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. പിന്നെ ആ രാജ്യത്ത് സന്ദർശിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും, സംശയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കണക്ക് പക്ഷേ ഒന്നും മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് വലിയ തടസ്സമുണ്ട് കേട്ടോ. അതിലും ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോഴ് 3ാമത്തെ ടേമാണ്. അപ്പോൾ ഈ 3ാമത്തെ ടേമെല്ലാം വരുന്ന സമയത്ത് ലെഗസിയെക്കുറിച്ച് ചിന്തിക്കാൻ ഉള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഇനി എന്താണ് ഇവിടെ വേണ്ടത്? പദവി പ്രസിഡൻ്റാണോ? ഒന്നും വേണ്ടല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ചരിത്രത്തിൽ പോകുന്ന അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം എന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി പഠിച്ചിടത്തോളം. അപ്പോഴതിൽ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെയും എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് കാശ്മീർ പോലെ. അപ്പോൾ ഇതിനെ പരിഹരിക്കുകയാണെങ്കിൽ കാശ്മീരിൻ്റെ നടക്കുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ഇവിടുത്തെ BJPയുടെ രാഷ്ട്രീയവും ഇതൊക്കെ എടുക്കുമ്പോൾ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. അവർക്ക് എനിക്ക് തോന്നുന്നില്ല RSSൽ നിന്നും റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം RSS അപ്ലൈ ചെയ്യുന്ന പ്രിസം നാഷണലിസ്റ്റിക് പ്രിസമാണ്. അതിൽ മതം ഈ ചൈനയുമായിട്ട് വരുന്ന സമയം മതം കടന്നുകൂടുന്നില്ല അതിൽ. അപ്പോഴങ്ങനെയുള്ള ഒരു ഡ്രോബാക്ക് അതിലില്ല. അപ്പോൾ അത് റാഷണലൈസ് ചെയ്യുകയാണ്. ഇത് എങ്ങനെ രാജ്യത്തിന് ഇത് പ്രയോജനപ്പെടുമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരും ചിന്തിച്ചു തുടങ്ങും ഇത് ശരിയല്ലേ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഓപ്പണിങ് പ്രൈം മിനിസ്റ്റർ ചെയ്യത്തില്ല, RSSുമായിട്ട് ചർച്ച ചെയ്യാതെ ചെയ്യത്തില്ല. അതുകൊണ്ട് RSSൻ്റെ തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട തടസ്സം ഉണ്ടാകുന്ന ഇപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങ് തുടങ്ങും വെച്ചുകൊണ്ട് പിന്നെ ഈ പ്രാദേശിക പാർട്ടികളുടെ തലത്തിലും എല്ലാം പറഞ്ഞു കൊടുക്കും അവർക്കൊന്നും എതിർക്കാനായിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പോൾ സാധാരണ മനുഷ്യരും വിശേഷിച്ച് വെച്ചിരിക്കുന്നത് ഒരു ശത്രുക്കളെന്നല്ലേ, ആ ശത്രുത മനോഭാവമുണ്ട്. അതിനെ മുതലെടുക്കാൻ പറ്റും രാഷ്ട്രീയമായിട്ട്. സാറ് പറയുന്നത് ഈ ചൈനീസ് കാശ്മീർ പ്രോബ്ലം പോലെ തന്നെ ഈ ചൈനീസ് പ്രോബ്ലവും സക്സസീവ് കോൺഗ്രസ് ഗവൺമെന്റ്സിന്റെ ഒരു ക്രിയേഷൻ ആണ്. നറേറ്റീവ് അവരുടെ ആണല്ലോ. ആ നറേറ്റീവ് ഉള്ള സമയത്ത് അവർക്ക് എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും? അപ്പൊ ഇപ്പൊ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചൈന ഇന്ത്യൻ പ്രദേശം കീഴടക്കി എന്ന് പറയുന്നതും ഈ ഒരു നറേറ്റീവ് ബിൽഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും, എന്താ സംശയം? പക്ഷേ അത് യുക്തിപൂർവ്വം അതിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതിർത്തി ഇല്ലാത്തൊരു സമയത്ത് നമ്മളുടെ സ്ഥലം അവരുടെ സ്ഥലം എന്ന് പറയാനും വേണ്ടിയുള്ള സമയത്ത് നമ്മൾ എത്തിയിട്ടില്ല.
അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ആരുടെ സ്ഥലമാണിത്, മറ്റവരുടെ സ്ഥലം. ഇതെല്ലാം സത്യം പറയുകയാണെങ്കിൽ 2 രാജ്യങ്ങളുടെ ഇടയിൽ വളരെ വലിയ വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. ആ വേക്കൻറ്റ് സ്പേസസിൽ മനുഷ്യരില്ലായിരുന്നു. നെഹ്റുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുല്ല് പോലും വളരത്തില്ല. അത്തരത്തിലുള്ള വേക്കൻറ്റ് സ്പേസസാണ്. ആ വേക്കൻറ്റ് സ്പേസസിൽ എവിടെ ഒരു രാജ്യം വന്ന് നിൽക്കുന്നു, എവിടെ മറ്റേ രാജ്യം തുടങ്ങുന്നു, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ബ്രിട്ടീഷുകാരുടെ സമയത്തോ മറ്റോ ഒന്ന് കല്ലൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ അവിടെ. സാറേ, ഈ ഒരു പ്രതിപക്ഷം ഇത് ചർച്ചയാക്കിയാൽ സാറ് പറയുന്ന പോലെ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ പേടിപ്പിടിക്കുന്ന രീതിയിലൊരു പൊളിറ്റിക്കൽ നെറേറ്റീവിന് ചൈനയെ വിട്ടുവീഴ്ച എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്താൽ കൊണ്ടുവരാനുള്ള ശക്തി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിലുണ്ടോ? അത് പക്ഷേ ഒരു കാര്യമുള്ളത്, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സന്നദ്ധതയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. സന്നദ്ധതയാണെങ്കിൽ ഇതിനോടുകൂടി ഈ ചിന്താഗതിക്കോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും വലിയ പാരഡോക്സ് ഇന്ത്യയിലെ ബിസിനസ്സാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ കോർപ്പറേറ്റ് ഹൗസസും അവർക്കുമൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം വരാൻ പോകുന്നത്. അവർക്ക് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പോകുന്നതിൽ വളരെ സപ്ലൈ ചെയിനെല്ലാം എടുക്കുകയാണെങ്കിൽ വളരെ ഇതാവും. ചൈന വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും കാര്യങ്ങളിലെല്ലാം എൻ്റെ ഇതിലും ഇപ്പോൾ കണ്ടു. അതുകൊണ്ടാണ് ഈ ട്രേഡ് എഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ് ഇങ്ങനെയുള്ള എല്ലാ രംഗത്തും എടുക്കുകയാണെങ്കിൽ അവരുടെ സപ്ലൈ ചെയിനിൽ ഒരു വലിയ ഘടകമാണ് ചൈന. രാഷ്ട്രീയ തലത്തിൽ ബന്ധം ഏത് രീതിയിലാണെങ്കിൽ തന്നെയും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നാരേറ്റീവ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ അങ്ങനെ പറ്റുമെന്നോ. ഇപ്പോൾ ഏതാണ്ട് എത്ര തലമുറ, ഒരു 3-4 തലമുറയായില്ലേ? ഇന്ത്യയും ചൈനയും ആയിട്ട് നല്ല ബന്ധം വേണമെന്ന് പറയുമ്പോഴും പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം ഇതിനൊരു തടസ്സമല്ലേ? ഇപ്പൊ റീസെന്റ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണെങ്കിലും പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ മെജോറിറ്റി സപ്ലൈ ചെയ്തിരിക്കുന്നത് ചൈനയാണെന്നാണല്ലോ ഒരു ഫാക്ച്വലി അതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇംപ്രൂവ് ആവുക? ഇന്ത്യക്ക് ആ രീതിയിൽ ഭയപ്പെടാനുണ്ടോ? ഇപ്പം പാകിസ്ഥാനും അവകാശമില്ലേ? പാകിസ്ഥാൻ ആർമി പാടില്ല എന്ന് ഇപ്പം പുടിൻ യുക്രൈനൊക്കെ പറയുന്ന കണക്ക് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്കും അവരുടെ നാഷണൽ ഡിഫൻസ് ലെജിറ്റിമേറ്റ് അല്ലേ റിക്വയർമെൻറ്റ്സ്. അവർക്കും സോഴ്സ് ചെയ്യാനുള്ള അവരുടെ കഴിവനുസരിച്ച്, പണം അനുസരിച്ച് ചൈനയുടെ വെപ്പൺസ് ചീപ്പാണ്. അവരവിടെ നിന്നും സോഴ്സ് ചെയ്യുന്നു. അതിൽ വാട്ട് ഈസ് എ പോയിൻ്റ് ഇൻ ഗെറ്റിംഗ് വർക്ക്ഡ് അപ്പ്? ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് നോബഡി ഈസ് സ്റ്റോപ്പിംഗ് അസ് നമ്മളുടെ ഡിഫൻസ് കേപ്പബിലിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളും വെപ്പൺ സിസ്റ്റംസൊക്കെ വാങ്ങുന്നില്ലേ? ഇപ്പം ഇന്നലത്തെ പത്രത്തിൽ കിടക്കുന്നതുകൊണ്ട് ഈ സ്റ്റെൽത്ത് ഫൈറ്റർ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? പാകിസ്ഥാൻ പ്രോളപ്പെടുന്നു ഇത് കേൾക്കുമ്പോൾ. നാഷണൽ ഡിഫൻസ് നീഡ്സ് ആർ എ ലെജിറ്റിമേറ്റ് കൺസേൺ ഫോർ എനി കൺട്രി. ഡിഫൻസ് ഡീൽസ് മാത്രമായിട്ട് കണ്ടാൽ മതി, അതിലപ്പുറം ഒരു ബന്ധം പാകിസ്ഥാനും ചൈനയുമായിട്ടില്ല. ആ രീതിയിലില്ല. അവിടെ അമേരിക്കയുടെ സ്വാധീനം ഒട്ടും കുറവല്ല. അവിടുത്തെ കോമ്പീറ്റിംഗ് ഇൻഫ്ലുവൻസസ് ചൈനയും അമേരിക്കയുമാണ് പാകിസ്ഥാനിൽ. അപ്പോൾ അത് തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ, പാകിസ്ഥാൻ ഏത് വിധത്തിൽ തന്ത്രപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യുന്നു അത്. അപ്പം ചൈനയ്ക്കത് മനസ്സിലാകില്ലേ? ചൈനയ്ക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഇപ്പോഴാ CPEC-ൻ്റെ ആ മൊമെൻറ്റം എല്ലാം കുറഞ്ഞു. ഇപ്പോഴവർ ഈ ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് ശേഷം അമേരിക്കയുമായിട്ട് അടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ അമേരിക്കയുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. അത് കാരണം ചൈനയെ ഒരു ബാക്ക് ബേണറിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ചൈനയ്ക്കും അവിടെ സ്വാധീനം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഏത് രീതിയിലെല്ലാം സ്വാധീനം ഉണ്ടാക്കാം? ഒരു രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി പട്ടാളമാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അവിടുത്തെ സ്വാധീനം നിലനിൽക്കും. അതാണ് അവരുടെ താല്പര്യം. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇതൊക്കെയാണ് ഇതിൽ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ഇത് റാഷണലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ചൈനയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് തടയാൻ പോകുന്നത്? ഇരിക്കട്ടെ. ബുദ്ധിപൂർവ്വം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലവണ്ണം ബന്ധപരമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കും ഇതിനെ ചിന്തിക്കുന്നത്? ഇന്ത്യ ഈസ് ഇൻ എ ഡിഫറെൻറ്റ് ലീഗ് ഓൾ ടുഗെദർ. ഇപ്പോൾ ഇവിടുത്തെ സബ് കോണ്ടിനെൻറ്റിൽ വിത്ത് സച്ച് എ ഹ്യൂജ് മാസീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് വിച്ച് ഈസ് ബിഗർ ദൻ ദാറ്റ് ഓഫ് യൂറോപ്പ്, ഇങ്ങനത്തെ ഒരു വിപണി തുടങ്ങുന്ന സമയത്ത് അവർക്ക് അൺടോൾഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? പാകിസ്ഥാൻ ഈസ് എ സ്മോൾ എൻറ്റിറ്റി ഇൻ കമ്പാരിസൺ. അപ്പോൾ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളതിനെ നിർവചിക്കാനുള്ള ശേഷിയില്ലെന്നാണോ നമ്മൾ പറയുന്നത്? They will also be. So then we can make use of that, in fact, to tell them
convey to the Pakistanis also. And another thing is ചൈനയുമായിട്ട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ബിഹേവിയറൽ പാറ്റേണിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവർക്ക് പിന്നെ അല്ലാതെ സ്ഥായിയായിട്ട് ആരുമില്ല. നമ്മൾക്കിപ്പോൾ ഇന്ത്യയുടെ ബേസിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ട്രംപിൻ്റെ ഈ ഫിനോമിനുമായിട്ട് നമുക്ക് ചില സ്വരച്ചേർച്ച ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെയും ഫണ്ടമെൻ്റലി വി ഹാവ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. റഷ്യ ഈ തരത്തിലുള്ള സെൽഫിഷ് ഇൻട്രസ്റ്റും ഇതൊക്കെ ആണെങ്കിലും ഇന്ത്യ ഉപദ്രവിച്ചിട്ടില്ല. ഇറ്റ്സ് എ ടൈം ടെസ്റ്റഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ചൈനയുമായിട്ടും കൂടെ നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ വി ആർ ആക്ച്വലി വെരി യുണീക്ലി പ്ലേസ്ഡ്. സത്യം പറയുകയാണെങ്കിൽ ഇൻ ദി ഇമേർജിംഗ് വേൾഡ് ഓർഡർ ഈ എല്ലാ ബിഗ് പവേഴ്സുമായിട്ട് എത്ര കക്ഷികളെ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു ചെറിയ രാജ്യമായിരുന്നെങ്കിൽ അവർക്ക് എല്ലാവരുമായിട്ടും കുറച്ച് ബന്ധമാണ്. ഈ ഇന്ത്യ വെച്ചാൽ ബിഗ് എൻറ്റിറ്റി, ബിഗ് പ്ലെയർ. അവർക്ക് ഈ 3 ബിഗ് പവേഴ്സുമായിട്ടും വളരെ നല്ല രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ അത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡിപ്ലോമസി ആ രീതിയിലാണ് ചിന്തിക്കാനുള്ളത്. ഈ ഇന്ത്യ ചൈനയുടെ വിഷയം പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ്. ഈ 62 വാറിന് ശേഷം ഈ ലോഹിയൊക്കെ ജയിച്ചു വരുന്ന ഒരു സാധനം പറയുന്നുണ്ട്. പക്ഷെ അന്ന് തൊട്ടേ പറഞ്ഞു കേൾക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ക്ലാസ്സിലും ഇടയിലുമൊക്കെ ഒരു ആൻറ്റി ചൈന അല്ലെങ്കിൽ ആൻറ്റി പാകിസ്ഥാൻ, ഇപ്പോൾ ഒരു ഇന്ത്യ ഒരു സ്റ്റേബിൾ അല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതിപ്പോഴും അങ്ങനെ തുടരുന്നുണ്ടോ? അത് സ്വാഭാവികമല്ലേ എന്ന് വെച്ചിരുന്നാൽ ഇത് ഈ ഇന്ത്യയിലെ ഇപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും ചൈനയുമായിട്ട് പ്രോക്സിമിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് അമേരിക്കൻസ് അല്ലേ, പാശ്ചാത്യ രാജ്യങ്ങൾക്കല്ലേ. ഇപ്പം ദ തിങ് ഈസ്, ഇപ്പോൾ നമ്മൾ ഇക്കോണമിസ്റ്റോ ഇത്തരത്തിലുള്ള ജേർണൽസോ വെസ്റ്റേൺ മീഡിയയിലെ ഏതെങ്കിലും വായിക്കുകയാണെങ്കിൽ വളരെ നല്ലവണ്ണം നമുക്ക് മനസ്സിലാകും അവരുടെ മനസ്സിൽ വലിയ ഭീതിയുണ്ടെന്ന് ഈ ഏഷ്യയുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം ഇതാണ് ഏഷ്യയാണ് അടുത്ത മെയിൻ തിയേറ്റർ. ഈ തിയേറ്ററിൽ അവർക്കുള്ള സ്വാധീനം കുറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവരുടെ ഈ ഇക്കണോമിക് റിക്കവറിയും ഒന്നും നടക്കുകയില്ല ഇത്. അപ്പോൾ അവർക്ക് മേൽക്കോയ്മ തിരിച്ചു പിടിക്കുന്നതിന് ഈ പ്രധാനപ്പെട്ട എൻറ്റിറ്റീസ് ഒന്നും യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാകും, അല്ലേ? ആലോചിച്ച് നോക്കൂ, ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെതിരായിട്ട് പ്രവർത്തിക്കും, സ്വാഭാവികമാണ്, അതിനെതിരായിട്ട് പ്രവർത്തിക്കും. ഇത് ബ്രിട്ടൻ്റെ സ്ട്രാറ്റജി കൊളോണിയൽ ഇറയിലും ഇത് തന്നെയായിരുന്നു. ഇന്ത്യക്കകത്ത് കടന്നിട്ട് തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഈ പൊളിറ്റിക്കൽ ക്ലാസ്സിലുള്ള ഇത്തരം ആൾക്കാർ ഈ ജിയോ പൊളിറ്റിക്കൽ ഇതിനകത്ത് വെറും പപ്പറ്റ്സ് ആയിട്ട് വരുന്നുണ്ടോ? അങ്ങനെ ഇന്ത്യയിൽ ഉണ്ട്. ഞാൻ തന്നെ പറയാം. മാത്രമല്ല ഇപ്പോൾ വലിയ ഇതുള്ളത് ബ്യൂറോക്രസി തന്നെയും കടന്നുകൂടിയിട്ടുണ്ട് എൻ്റെ ഇതിൽ. അതിനെക്കാട്ടി കൂടുതൽ ഫിയർസമായിട്ടുള്ളത് പട്ടാളത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇതിലെ ഒരു വലിയൊരു ഇതുള്ളത് ഈ ഞാൻ കണ്ടെടുത്തോളം ഈ ഗ്രീൻ കാർഡ് ഇത്തരത്തിലുള്ള സംഭവങ്ങളില്ലേ, ഇത് വളരെ വലിയ തോതിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അത് പാട്രണൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ലീവറേജ് കിട്ടുന്ന ഒരു സംഭവമാണത്, ആ ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ അതവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെയും നമ്മളുടെ ഇവിടെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെയും നമ്മളുടെ എലീറ്റ്സിനെ എടുക്കുക, അവിടെയൊക്കെ ഇന്ത്യയിലെ എലീറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ഒരു ബഹുഭൂരിപക്ഷമെന്ന് ഞാൻ പറയാം കേട്ടോ. ഞങ്ങളുടെ സർവീസിൽ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 100%, ഞാനൊരു എക്സെപ്ഷൻ ആയിരിക്കാം, പക്ഷേ 100% കുട്ടികളെയൊക്കെ അമേരിക്കയിലേക്ക് ഇതാകുക. എൻ്റെ മകൾ ഇംഗ്ലണ്ടിൽ പഠിച്ചിരുന്നു, പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾ വളരെ നിർബന്ധിച്ചു ഇന്ത്യയിൽ തിരിച്ചു വരണമെന്ന്. I told her that, she's a barrister. India is a land of opportunities and you don't have to go and live like a second-class citizen in any other country. You can come back here. And ഇപ്പോൾ ഇനിയുള്ള സമയം നല്ല സമയങ്ങളുമായിരിക്കും, അതിന് you should come back here. പക്ഷേ സാധാരണ ഫാമിലീസ് ചെയ്യുന്നത് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അമേരിക്കയിലേക്കൊക്കെ അയക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന കോമ്പൗണ്ടിലുള്ളതിൽ ഏതാണ്ട് ഒരു ഫോറിൻ സർവീസുകാരുടെ ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അതിൽ ഏതാണ്ട് ഒരു 75% ആളുകളെങ്കിലും ഇന്ന് വളരെ നൈരാശ്യത്തോടെ ജീവിക്കുകയാണ്. അവർക്ക് കുട്ടികളെ കാണാൻ 4-5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒന്ന് കാണാൻ പറ്റും. അവർക്ക് സമയമുള്ളപ്പോൾ അവരൊന്ന് വിസിറ്റ് ചെയ്യും അമേരിക്കയിൽ നിന്ന്. അല്ലെങ്കിൽ വളരെ സാഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സാണ്. അപ്പോൾ പക്ഷേ അതേസമയം അവരുടെ ചിന്താഗതിയിൽ ഇത് കടന്നുകൂടും. അമേരിക്ക ഈസ് എ സെക്കൻഡ് ഹോം. കുട്ടികൾ ജീവിക്കുന്ന നാടാണ്.
അമേരിക്കയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് അവർക്ക് വലിയ താല്പര്യമുണ്ട്, അക്കാര്യം കൊണ്ട് മാത്രം താല്പര്യമുണ്ട്. അപ്പം അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകത്തില്ലേ മനസ്സിൽ? ഇപ്പോൾ എന്നെ കണക്കുള്ള ഒരാൾക്ക് ഒരു ഘട്ടം ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നാൽ കുട്ടികളെക്കുറിച്ച് വലിയ ഉത്കണ്ഠ ഉണ്ടാവില്ലേ?